ഡോക്ടർ ടി എൻ സുരേഷ്, KGMOയെക്കാണല്ലോ അക്കാര്യത്തിൽ നേരിട്ട് കാര്യങ്ങൾ അറിയുക. സർക്കാർ ആശുപത്രികളിൽ മരുന്നിൻ്റെ കുറവുണ്ടോ? ചില ചില മരുന്നുകളുടെയെങ്കിലും കുറവ് സംസ്ഥാനത്ത് പൊതുജനാരോഗ്യ മേഖലയിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനോട് കൂടി ചേർത്ത് കാണേണ്ട ഒരു കാര്യം, ഈ വർഷം നമ്മൾ കഴിഞ്ഞ 2022 വർഷത്തെ അപേക്ഷിച്ച് 2023 പേഷ്യൻസിന്റെ എണ്ണം, രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും കോവിഡ് സാഹചര്യം കഴിഞ്ഞതിന് ശേഷം പൊതുജനാരോഗ്യ സംവിധാനങ്ങളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഒരു 50% വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത കൂടി നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കാണേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ നമ്മൾ ഒരു വർഷത്തേക്ക് ഇന്റന്റ് ചെയ്യുമ്പോൾ സാധാരണ കണക്കാക്കുന്നത് ഒരു 20% പേഷ്യന്റ് ഹൈക്കാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു പേഷ്യൻസിന്റെ എണ്ണത്തിൽ ഒരു വലിയ കുറവ് ഉണ്ടായത് ഈ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഡോക്ടർ സുരേഷ്, അക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം വരുന്നത് സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം വാങ്ങുന്ന മരുന്നിൻ്റെ 30% കൂട്ടി വാങ്ങുകയാണ് ചെയ്യുക. ഇനി അഥവാ രോഗികളുടെ എണ്ണം വർദ്ധിച്ചാൽ തന്നെയും മറ്റാശുപത്രികളിൽ നിന്ന് ക്രമീകരിക്കാനുള്ള 2-3 ദിവസമാണ് സാധാരണഗതിയിൽ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ നിലയിലൊരു സ്വാഭാവിക നിലയാണോ, അതിനപ്പുറത്തേക്ക് മരുന്നുകൾ, ചില ബ്രാൻഡുകളുടെ ചില ജനറിക് മരുന്നുകൾ തീരെ ഇല്ല എന്നുള്ള അവസ്ഥയുണ്ടോ? അല്ല, ചില മരുന്നുകളുടെയെങ്കിലും ദൗർലഭ്യം ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. നമ്മളത് അംഗീകരിക്കാതിരിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ ഈ ഒരു 30% വർധനവല്ല പേഷ്യൻസിന്റെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് ഒരു വസ്തുത കൂടി നമ്മൾ ഇക്കാര്യത്തിൽ കണക്കാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിൽ ഒരു രീതിയിൽ ഇപ്പോൾ ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നത്, അതായത് സ്ഥാപനങ്ങൾ അവരുടെ ലോക്കൽ പർച്ചേസിലൂടെ കുറെ മരുന്നുകൾ മേടിച്ചിട്ട് ഈ വിഷയം പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത്തെ ഒരു സജഷൻ സംഘടനയ്ക്ക് ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കാനുള്ളത്, അടുത്ത വർഷത്തെ ഇന്റന്റിന്റെ ഒരു നിശ്ചിത എണ്ണം ഈ വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയും സ്ഥാപനങ്ങളുടെ ഫിനാൻഷ്യൽ ക്യാപ്പ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രായോഗിക പരിഹാരം. ഇതിനകത്തേക്കുള്ള ഒരു ശാശ്വത പരിഹാരമായിട്ടും വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളത്. അപ്പം ആ രീതിയിലേക്ക് ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി സംഘടനയ്ക്ക് ഈ കാര്യത്തിൽ കൊടുക്കാനുണ്ട്. സാധാരണഗതിയിൽ എങ്ങനെയാണ് അടുത്ത ഇന്റന്റ് കൊടുക്കുക ഡോക്ടർ സുരേഷ്? അതായത് ഒരു 100 മരുന്ന് വാങ്ങിയാൽ അതിൽ 30 മരുന്ന് ബാക്കിയുള്ളപ്പോഴാണ് അടുത്ത ഇന്റന്റ് കൊടുക്കുക എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നത്. അതല്ല, ഇപ്പോൾ ചില മരുന്നുകളുടെയെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ആ മരുന്നുകളുടെ കാര്യത്തിൽ നമ്മൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഇന്റന്റ് ചെയ്തിട്ടുള്ള മരുന്നുകളിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം ഈ പ്രാവശ്യത്തേക്ക് സപ്ലൈ ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇത്തരത്തിൽ ഒരു പേഷ്യന്റ് ലോഡ് ഒരു വല്ലാത്ത ഒരു ഹൈക്ക് അടുത്ത വർഷത്തേക്കും കൂടെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഫിനാൻഷ്യൽ ക്യാപ്പ്, അതായത് സ്ഥാപനങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ക്യാപ്പ് റേസ് ചെയ്യാനുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അങ്ങനെയാണ് ണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തേക്ക് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ കാണുന്ന ഈ ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ലോക്കൽ പർച്ചേസ്, സാധാരണ ബ്രാൻഡാണോ എഴുതുന്നത് അതോ ജനറിക് നെയിം ആണോ എഴുതുന്നത്? നിശ്ചയമായിട്ടും ജനറിക് നെയിം തന്നെയാണ്. ചില അപൂർവമായിട്ടുള്ള ഈ കോമ്പിനേഷൻ ഡ്രഗ്സ്, ചിലപ്പോൾ നമ്മൾ ഈ മീറ്റർ ഡോസ് ഇൻഹേലർ, ശ്വാസമുട്ടലിനൊക്കെ ഉപയോഗിക്കുന്ന മീറ്റർ ഡോസ് ഇൻഹേലർ, അങ്ങനെയൊക്കെയുള്ള ചില കോമ്പിനേഷൻ ഡ്രഗ്സ് വരുന്ന സമയത്ത് അത് ബ്രാൻഡുകൾ മാത്രമേ ഉണ്ടാവില്ല, കോമ്പിനേഷൻ മൾട്ടിപ്പിൾ, അങ്ങനെയുള്ളതിൽ ഒഴികെ ബാക്കി എല്ലാത്തിലും നമ്മൾ പിന്നെ ജനറിക് നെയിംസ് തന്നെയാണ് എഴുതുന്നത്. അങ്ങനെ തന്നെയാണ് പിന്നെ സർക്കാർ നിഷ്കർഷം അങ്ങനെ തന്നെയാണ് എല്ലാവരും പരിപാലിച്ചു പോവുകയും ചെയ്യുന്നത്. KGMOയെ മനസ്സിലാക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള കാര്യങ്ങൾ എടുത്താൽ അവിടെ ഡോക്ടർമാർക്ക് മരുന്ന് എഴുതാൻ കഴിയുന്നുണ്ടോ? സ്വതന്ത്രമായ മരുന്ന് എഴുതാൻ കഴിയുന്നുണ്ടോ? അതോ ഇത് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും എന്നുള്ള ശുപാർശയോടുകൂടിയാണോ മരുന്ന് എഴുതി കൊടുക്കുന്നത്? ഇല്ല, ചില കാര്യങ്ങളിലെങ്കിലും നമുക്ക് പിന്നെ മിക്കവാറും മരുന്നുകൾ നമുക്ക് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഓൾട്ടർനേറ്റീവ് ഡ്രഗ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ ചില കാര്യങ്ങളിലെങ്കിലും നമുക്ക് ചിലപ്പോൾ പേഷ്യൻസിൻ്റെ അടുത്ത് പറയേണ്ടി വരും, ഈ മെഡിസിൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല, പക്ഷേ പിന്നെ ഈ ഹെൽത്ത് കണ്ടീഷൻ വാറണ്ടി ചെയ്യുന്നത് കൊണ്ട് ചില മരുന്നുകളെങ്കിലും പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും എന്നുള്ളത് പേഷ്യൻസിൻ്റെ അടുത്ത് നമുക്ക് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാം. അത് അസ്വാഭാവികമായ നിലയിലാണോ എന്നുള്ളതാണ് ഡോക്ടർ സുരേഷ്. അതായത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടി ഡോക്ടർമാർക്ക് മരുന്ന് എഴുതേണ്ടി വരാറുണ്ടോ ഇപ്പോൾ?
അല്ല നമ്മളെ എല്ലാ പ്രാവശ്യവും ഏത് കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അപ്പുറത്തേക്ക് ഒരു പേഷ്യന്റ് ലോഡ് പോകുമ്പോൾ ഇതേപോലെ മരുന്നുകൾ നമുക്ക് പുറത്തേക്ക് ചിലപ്പോൾ എഴുതേണ്ടി വരാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ചില മരുന്നുകളെങ്കിലും നമുക്ക് ഇപ്പോഴും പുറത്തേക്ക് എഴുതേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അത് ഒരിക്കലും ഡോക്ടർമാർ ബലിയാടാകപ്പെടാൻ പാടില്ല എന്നുള്ളൊരു നിഷ്കർഷ സംഘടനയ്ക്കുണ്ട്. എന്താ അത് പേഷ്യന്റിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ അവൈലബിൾ അല്ലാത്ത ചില മരുന്നുകൾ നിർബന്ധമായിട്ടും ചിലപ്പോൾ നമുക്ക് പേഷ്യൻസിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കി പുറത്തേക്ക് എഴുതേണ്ട ഒരു സാഹചര്യമുണ്ട്. കഴിയുന്നിടത്തോളം നമുക്ക് ഇപ്പോഴും ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റ് ഡ്രഗ്സ് തന്നെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. പലതും അവൈലബിൾ ആണ്. പക്ഷേ അവൈലബിൾ അല്ലാത്ത ചില മെഡിസിൻസ് ഉണ്ട്, അത് നമുക്ക് പുറത്തേക്ക് എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുമുണ്ട്. അപ്പോൾ ഈ വാർത്തയുടെ തുടക്കം എന്ന് പറയുന്നത് മലയാള മനോരമയുടെ ഒരു വാർത്തയാണ്. മലയാള മനോരമ പറയുന്നു 9 മരുന്ന് എഴുതി, അതിൽ 3 എണ്ണം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളത് പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടി ഡോക്ടർ ശുപാർശ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അതൊരു ജൂനിയർ ഡോക്ടറായിരുന്നു ആ മരുന്ന് എഴുതിയിരുന്നത്, അത് ബ്രാൻഡ് നെയിമാണ് എഴുതിയിരുന്നത്. പിന്നീട് ജനറിക് പേര് എഴുതിയപ്പോൾ 8 മരുന്നുകൾ ഉണ്ടായിരുന്നു അവിടെ തന്നെ എന്നാണ് പിന്നീട് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിശദീകരണം. ആ നിലയിൽ ചിലർക്കെങ്കിലും ഈ പറയുന്ന ജനറിക് നെയിം എഴുതാനുള്ള ഒരു മടി ഇപ്പോഴും ഉണ്ടോ? അല്ല, ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ കാണേണ്ടത്, നമ്മളിപ്പോൾ ഹോസ്പിറ്റൽസിൽ നമ്മുടെ സീനിയർ മെഡിക്കൽ ഡോക്ടേഴ്സിന് പുറമെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന്റെ റൂറൽ പോസ്റ്റിങ്ങിൽ വരുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ്സും കൂടെ ഒ പിയിൽ ഔട്ട് പേഷ്യൻസിനെ കാണാറുണ്ട്. അപ്പം ഒരു പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും വന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ പൊതുവെ നമ്മൾ വളരെ കൃത്യമായിട്ടും കർശനമായിട്ടും പാലിക്കുന്നത് ജനറിക് നെയിംസ് തന്നെയാണ് പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില മെഡിസിൻസിലെങ്കിലും നമുക്ക് ഈ കോമ്പിനേഷൻ ഡ്രഗ്സിന്റെ ഒക്കെ ചില കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ബ്രാൻഡ് നെയിംസ് എഴുതേണ്ടി വരാറുണ്ട്. പക്ഷെ ആ ബ്രാൻഡ് നെയിംസ് എഴുതുമ്പോഴും നമ്മൾ അതിന്റെ ചോട്ടിൽ ഇതാണ് അതിന്റെ കോമ്പിനേഷൻ എന്നുള്ളത് ചേർത്ത് തന്നെയാണ് എഴുതാറുള്ളത്. കാരണം അത് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഡ്രഗ്സ് ആ രീതിയിൽ ഒരു ജനറിക് സപ്ലൈ ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുതേണ്ട ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ മിക്കവാറും മരുന്നുകൾക്ക് നമുക്ക് ഒന്നല്ലെങ്കിൽ അതിൻ്റെ ആ സമാനമായിട്ടുള്ള ആ വിഭാഗത്തിൽപ്പെടുന്ന ഓൾട്ടർനേറ്റ് മെഡിസിൻസ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് കൊടുക്കാൻ സാധിക്കാറുണ്ട്. പക്ഷേ നിശ്ചയമായിട്ടും നമ്മുടെ ഒരു പേഷ്യന്റ് വർദ്ധിച്ചു വന്ന ഒരു പേഷ്യന്റ് ലോഡിന്റെ പശ്ചാത്തലത്തിൽ ചില മെഡിസിൻസ് നമുക്ക് പുറത്തേക്ക് എഴുതേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. KGMOയെ നേരിട്ട് ഇടപെടേണ്ട ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ടോ? അല്ല, KGMOയ്ക്ക് സർക്കാരിലേക്ക് നമ്മൾ മുമ്പും ചർച്ചകൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫിനാൻഷ്യൽ ക്യാപ്പ് റേസ് ചെയ്യുക എന്നത് തന്നെയാണ് ഇതിനകത്തുള്ളൊരു പരിഹാരം. രണ്ടാമത് അടുത്ത വർഷത്തേക്ക് ഇന്ത്യൻ ചെയ്തിട്ടുള്ളതിനകത്ത് ഒരു ഭാഗം മെഡിസിൻസ് സപ്ലൈ ചെയ്യുക. പിന്നെ ലോക്കൽ പർച്ചേസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലോക്കൽ പർച്ചേസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അഡ്രസ് ചെയ്യണം. അപ്പോൾ ഇൻഷുറൻസിന്റെ അതിന്റെ ഒരു നിശ്ചിത ശതമാനം ഹോസ്പിറ്റൽസിലേക്ക് കിട്ടേണ്ടത് ഇപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പെൻഡിങ് ആണ്. അതിൽ നമ്മൾ ഇതുമായിട്ട് ഇടപെടുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മറുപടി, സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ചില നിശ്ചിത എമൗണ്ട് സർക്കാരിലേക്കുള്ള വിഹിതം വരാത്തത് കൊണ്ട് അതിന്റെ തൽഫലമായിട്ട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ആ ഇൻഷുറൻസിന്റെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡെയിലി റണ്ണിങ്ങിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി അഡ്രസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ കൂടി ഉണ്ടാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്യുവൽ സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ ഒരു മൾട്ടിഫേസറ്റഡ് ഇടപെടലിലൂടെ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കുള്ളൂ. വ്യക്തമാണ്. വളരെ നന്ദി ഡോക്ടർ TN സുരേഷ്, KGMOയെ.